ക്വസ്റ്റ്യൻ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെയും എഴുതിയിട്ടുള്ളവരൊന്ന് പറയാവോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും വേണം. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, ഇവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ നോക്കി? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ആരോ ക്വസ്റ്റ്യൻ എന്തോ ചോദിക്കണ്ടായിരുന്നു, അവർക്ക് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ എന്തോ കൊടുക്കണമെന്ന്. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ തന്നത് എഴുതിയെടുത്തില്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തോട്ടോ, ഒന്ന് പറഞ്ഞു കൊടുത്തേരെ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? ചാപ്റ്റർ 28 ആംബുലൻസ് സർവീസ്. ആംബുലൻസ് എന്ന് പറഞ്ഞ എന്താ പറഞ്ഞല്ലോ? മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ വിച്ച് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഹോസ്പിറ്റൽസ്. നമ്മളിപ്പോ എന്താ പറയാ, ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി ഒരു അറേഞ്ച് ചെയ്തേക്കുന്ന വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് the term ambulance come from the Latin word ambulare. Ambulare എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഉണ്ടായിരിക്കുന്നത്. ലാറ്റിൻ വേർഡ് ambulare. The term ambulance come from the Latin word ambulare. What is the meaning? To walk or move about. മീനിങ് എന്താണ് ambulare എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് to walk or move about. Which is a reference to early medical care where patients were carried by lifting or wheeling. There are so many types of ambulance. അപ്പൊ ആംബുലൻസിന്റെ തന്നെ പല ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. അതിൽ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഗോയിങ് ആംബുലൻസ്, റോഡിൽ കൂടെ പോകുന്നത്, മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾ, ബസ്സസ് ഒക്കെ. നെക്സ്റ്റ് എയർ ഗോയിങ് ആംബുലൻസ്, ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ്. നെക്സ്റ്റ് 3 വാട്ടർ ഗോയിങ് ആംബുലൻസ്, ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്സുകളൊക്കെ. ഒരു ഇതിനകത്ത് നമ്മളെ ആംബുലൻസിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഏതാ? റോഡ് ഗോയിങ് ആംബുലൻസ്, എയർ ഗോയിങ് ആംബുലൻസ്, വാട്ടർ ഗോയിങ് ആംബുലൻസ്. ഇത്രയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലേ? ഇത്രയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോളൂ. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ല കഴിഞ്ഞ ക്ലാസ്സില്. ഒരു മിനിറ്റ്, ഈ ചാപ്റ്റർ നമ്മൾ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? ഒന്ന് പറഞ്ഞേ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് ചാപ്റ്റർ ഇല്ല അല്ലേ? നോ. ഓക്കെ. അടുത്ത ചാപ്റ്ററിന്റെ പേര് മാത്രമാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നോളൂ? മാം ആംബുലൻസിന്റെ സർവീസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, ഇതൊന്നും പറഞ്ഞില്ല. മാം പറഞ്ഞത് ഇല്ല അല്ലെ? ഓക്കെ, എന്നാ കുഴപ്പമില്ല, നമുക്ക് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ബാച്ചിലല്ല, അപ്പൊ കഴിഞ്ഞ ബാച്ചിലായിരിക്കും, നെക്സ്റ്റ് ബി ബാച്ചിലായിരിക്കും ചിലപ്പോ സ്റ്റാർട്ട് ചെയ്ത്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് ഓർമ്മയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഫസ്റ്റ് ഓഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഓഡിങ് നോക്കിയോ കേട്ടോ. ചാപ്റ്റർ 28 ആംബുലൻസ് സർവീസ്. ആംബുലൻസ് എന്ന് പറഞ്ഞ എന്താ? എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ആംബുലൻസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ബന്ധുക്കളുടെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ചിലപ്പോ എന്താ പറയാ ആംബുലൻസിൽ കയറിയിട്ടുണ്ടാവും അല്ലെ? ഇപ്പോ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും മരിച്ചൊക്കെ ഹോസ്പിറ്റലാണെങ്കിൽ അവരെ വീട്ടിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോ കയറിയിട്ട് ഉള്ളവരും ഉണ്ടായിരിക്കും. അതായത് കാണാത്തവരാരും ഇല്ലല്ലോ ആംബുലൻസ്.
നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ ആംബുലൻസ് സർവീസ് ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ നോക്കിയോ കേട്ടോ. ഇൻട്രൊഡക്ഷൻ. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ആംബുലൻസ് ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ വിച്ച് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഹോസ്പിറ്റൽ. നോക്കിയേ, ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ വിച്ച് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മളെ എന്താ പറയാ, ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അപ്പൊ അവിടെ നിന്ന് ഈ നമുക്ക് ആളെ, ആ പേഷ്യന്റിനെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ വാഹനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ ആംബുലൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അവര് പെട്ടെന്ന് നമുക്ക് വേഗത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് ഒക്കെ എത്തിക്കാൻ വേണ്ടി അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ വിച്ച് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി. എന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ ആ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക്, അതായത് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഓരോ ടൈപ്പ് ആംബുലൻസുകളും പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. എന്തായാലും ഇത്രയും മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഇസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ വിച്ച് ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്. ആ ഹോസ്പിറ്റലിലേക്കൊക്കെ പേഷ്യൻസിനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വെഹിക്കിൾ, അതിനു വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ്. Typically, out of hospital, medical care is given to patient during the transport. Okay, typically out of hospital, ഈ ഹോസ്പിറ്റലിന് പുറത്തുമുള്ള ഒരു മെഡിക്കൽ കെയർ ഈ ട്രാൻസ്പോർട്ട് സമയത്ത് പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആംബുലൻസിൽ. അപ്പൊ അത് ഏതാ പറഞ്ഞേക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കുറച്ചും കൂടി നല്ല ട്രീറ്റ്മെന്റിന് വേണ്ടിയൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് റെഫർ ചെയ്യുമല്ലോ വേറെ ഹോസ്പിറ്റലിലേക്ക് ചെയ്യുമ്പോൾ, കൊണ്ടുപോകുമ്പോൾ നമുക്ക് വെറുതെ പേഷ്യന്റിന് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന, എമർജൻസി ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ആയിരിക്കും, ഐസിയിലൊക്കെ വെന്റിലേറ്റർ ഒക്കെ ഉള്ള ഘടിപ്പിച്ചിരിക്കുന്ന പേഷ്യൻസ് ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ആ പേഷ്യന്റിനെ നമ്മൾ അവിടെ കിടക്കുന്ന അതേ രീതി തന്നെ നമ്മൾ നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ അതേ ഒരു സംവിധാനത്തോടു കൂടി വേണം കൊണ്ടുപോകാൻ. അല്ലാതെ ഇവിടെ നിന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിന് വെന്റിലേറ്റർ മാറ്റിയിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വെന്റിലേറ്റർ പോരല്ലോ. അപ്പൊ ആ ട്രാൻസ്പോർട്ട് സമയത്തും എന്ത് വേണം? ആ വെന്റിലേറ്റർ ആ പേഷ്യന്റിന് കൊടുക്കണം. അതാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പുറത്തും മെഡിക്കൽ കെയർ കൊടുക്കുന്ന, ട്രാൻസ്പോർട്ട് സമയത്തും ഈ മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. അത് നോർമൽ ആംബുലൻസ് ഉണ്ട്, ഇങ്ങനെ ഫെസിലിറ്റി ഇല്ലാത്ത സാധാരണ പേഷ്യന്റിന് മാത്രം ഷിഫ്റ്റ് ചെയ്യുന്ന, എമർജൻസി ഒന്നും അല്ലാതെ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ആംബുലൻസും ഉണ്ട്. ഓരോ ടൈപ്പ് ആംബുലൻസും ABCD എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ടൈപ്പ് ആണ്. അപ്പൊ അങ്ങനെയുള്ള അതങ്ങനെ ആ ഏറ്റവും ഡി ടൈപ്പിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാ ഫെസിലിറ്റിയും ഉള്ള ആംബുലൻസ് ആണ്. IC ആംബുലൻസുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിന് പുറത്തും എന്ത് ചെയ്യുന്നു? മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പൊ വെന്റിലേറ്റർ ഇതൊക്കെ കുറെ ഉണ്ട്. ECG മെഷീന്, ഓക്സിജൻ സിലിണ്ടറുകള്, നെബുലൈസർ, BP അപ്പാരറ്റസ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആംബുലൻസിലും ഉണ്ടാവും. ഓക്കെ, അത് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ആംബുലൻസിന്റെ ടൈപ്പ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. എങ്കിലും ഈ ഹോസ്പിറ്റലിന് പുറത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ട്. ആ ട്രാൻസ്പോർട്ട് സമയത്തും ആ മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ആ ട്രാൻസ്പോർട്ട് സമയത്തും ഹോസ്പിറ്റലിൽ കിടക്കുന്ന അതേ ഒരു ഫെസിലിറ്റി തന്നെ അവരെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന, സേഫ് ആയിട്ട് എത്തിക്കുന്നവരെയും ആ ഒരു മെഡിക്കൽ കെയറും കൊടുക്കാൻ പറ്റുന്നുണ്ട്. Ambulances are used to react to medical emergencies by emergency medical services, EMS. In the expanded form, emergency medical services. Emergency medical services മുഖേന മെഡിക്കൽ എമർജൻസീസിനോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
എന്താണ് എമർജൻസി മെഡിക്കൽ സർവീസ് മുഖേന ഒരു മെഡിക്കൽ എമർജൻസിനോട് റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ആംബുലൻസ്. ദേ ക്യാൻ സ്വിഫ്റ്റ്ലി ട്രാൻസ്പോർട്ട് പാരാമെഡിക്സ് ആൻഡ് അതർ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ടു ദ സീൻ, carry equipment for administrating emergency care and transport patient to hospital or other definitive care. Okay, they can swiftly transport paramedics. Paramedics എന്ന് പറഞ്ഞാൽ ഡോക്ടറും നേഴ്സും അല്ലാതെ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തോ, ഡോക്ടറും നേഴ്സും അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ്. അത് അല്ലെങ്കിൽ നമുക്ക് പറയാം ഡോക്ടറിന്റെ ഒക്കെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരെ പിന്നെ ആൻഡ് അതർ ഫസ്റ്റ് റെസ്പോണ്ടർ ടു ദ സീൻ, ആ ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ അതും അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് വെച്ചാൽ പേഴ്സൺ ഹു റീച്ചസ് ഫസ്റ്റ് അറ്റ് എ സീൻ, അത് ആദ്യം ആ ഒരു സീനിൽ ആദ്യം എത്തിച്ചേരാൻ പറ്റുന്ന ആളെയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്താണ് ഈ CPR പോലുള്ള ഇത് കൊടുക്കാനായിട്ട് കഴിവുള്ള ആളായിരിക്കും. അപ്പൊ ഈ പാരാമെഡിസിനെയും ഈ ഫസ്റ്റ് റെസ്പോണ്ടറെയും ഒക്കെ ആ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാനായിട്ട് ഈ ആംബുലൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. വേഗത്തിൽ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും അവർക്ക് വേണ്ടിയിട്ടുള്ള അടിയന്തര പരിചരണങ്ങൾ കൊടുക്കുവാനും ഒക്കെ സഹായിക്കുന്നു. പിന്നെ അതുപോലെ ഉള്ള എക്യുപ്മെന്റ്സുകൾ അതും പറഞ്ഞിട്ടുണ്ട്. കെയർ, എമർജൻസി കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ടു ഹോസ്പിറ്റൽ ഓർ അതർ ഡെഫിനിറ്റീവ് കെയർ. അപ്പൊ അതുപോലെ തന്നെയുള്ള എക്യുപ്മെന്റ്സുകൾ വഹിക്കാനും രോഗികളെ ഹോസ്പിറ്റലിലേക്കോ മറ്റുള്ള കൃത്യമായ കെയർ കൊടുക്കുന്ന ഒരു സെന്ററിലേക്കൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ഈ ആംബുലൻസ് സർവീസിലൂടെ നമുക്ക് സാധിക്കുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനകത്ത് പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡോക്ടറും നേഴ്സും അല്ലാതെ അവരെ എന്ത് ചെയ്യുന്നു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. പാരാമെഡിക്സ്. ഇനി അടുത്തതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് എഴുതി വെച്ചോ, ഫസ്റ്റ് റെസ്പോണ്ടർ. ഇനി അത് ഡീറ്റെയിൽ വരുന്നുണ്ട്, വീണ്ടും ആ ടൈം പഠിക്കാൻ വരുന്നുണ്ട്. ഫസ്റ്റ് റെസ്പോണ്ടർ, a person who reaches first at the scene of an incident. First at the scene of an incident and whose job is to give early critical care such as CPR. അപ്പൊ ഈ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഇപ്പൊ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ഇപ്പൊ ഒരു ആംബുലൻസ് പോകുമ്പോൾ ആംബുലൻസ് നമ്മൾ ആ പേഷ്യന്റിനെ എടുക്കാൻ വേണ്ടി ആംബുലൻസ് പോകുമ്പോൾ അതില് പാരാമെഡിക്സും അതുപോലെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടറും ഒക്കെ അവരും കൂടിയും ഉണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിന് ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തുന്ന വ്യക്തിയാണ്, ആദ്യം എത്തിച്ചേരുന്ന വ്യക്തിനെയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ CPR പോലുള്ള ഒരു എന്താ പറയാ കെയർ, ആ ഒരു പരിചരണം കൊടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും. അത് CPR ഒക്കെ കൊടുക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ജോലി. അപ്പൊ ആ പേഷ്യന്റ് അത്യാവശ്യം ഇതിപ്പോ ബ്രീത്ത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന എന്താ പറയാ ഹാർട്ടിന് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ CPR ആണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ കൊടുത്ത് ശേഷമാണ് ആ
ഒന്ന് എന്താ പറയാ ആ പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അല്ല വെറുതെ ചെന്ന് ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയല്ല ചെയ്യുന്നത്. അത്യാവശ്യം ചെറിയൊരു രീതിയിലുള്ള കാര്യങ്ങൾ CPR കൊടുക്കേണ്ടതാണെങ്കിൽ അതൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഒരു ഇങ്ങനെയുള്ളവരെയൊക്കെ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഇതാണ്, ഒരു വെഹിക്കിൾ ആണ് ശരിക്കും ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പാരാമെഡിക്സിന്റെ തരാട്ടോ. Next, the term ambulance come from the Latin word ambulare. ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഏതാണ്? ലാറ്റിൻ വേർഡ് ആംബുലറെ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, the term ambulance come from the Latin word ambulare. What is the meaning? As meaning to walk or move about. നടക്കുക അല്ലെങ്കിൽ നീങ്ങുക, നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നുള്ളതാണ് ഈ ആംബുലറെ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. വിച്ച് ഈസ് a reference to early medical care where the patient were carried by lifting or വീലിംഗ്. ഇത് പറഞ്ഞേക്കുന്ന ചില രോഗികളെ ലിഫ്റ്റിംഗ് വഴി അല്ലെങ്കിൽ വീലിംഗ് വഴി കൊണ്ടുപോകുന്ന ഒരു ആദ്യകാല ഒരു വൈദ്യശാസ്ത്രത്തെ പരാമർശിക്കുന്നതാണ് ഈ ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ അത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ ഏതാണ് EMSന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം തന്നിട്ടുണ്ട്, അത് നോക്കാം. എന്താണ് ആംബുലൻസ് എന്നുള്ളത് ഫസ്റ്റ് സെന്റൻസ് ജസ്റ്റ് നോക്കുക. പിന്നെ ടേം ആംബുലൻസ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ലാറ്റിൻ വേർഡ്, അതിന്റെ വേർഡ് ആംബുലറെ എന്നാണ്. അതിന്റെ മീനിങ്ങും കൂടി നോക്കി വെക്കുക. ഇനി ഇതിനകത്ത് ആംബുലൻസിന്റെ പല ക്ലാസിഫിക്കേഷൻസ് പറയുന്നത്. അതില് ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡ് ഗോയിങ് ആംബുലൻസ്, റോഡിലൂടെ പോകുന്ന ആംബുലൻസുകള്. There are so many type of ambulance. അതിൽ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇത്. അത് നോക്കിയേ, റോഡ് ഗോയിങ് ആംബുലൻസ്. സെക്കൻഡ് എയർ ഗോയിങ് ആംബുലൻസ്, എയർ ഇക്കടെ പോകുന്നത്. പിന്നെ അടുത്തതാണ് തേർഡ് വൺ ആണ് വാട്ടർ ഗോയിങ് ആംബുലൻസ്. റോഡ് ഗോയിങ് ആംബുലൻസ്, എയർ ഗോയിങ് ആംബുലൻസ്, വാട്ടർ ഗോയിങ് ആംബുലൻസ്. റോഡ് ഗോയിങ് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ വരുന്നത്? മോട്ടോർ സൈക്കിള്, ബൈസൈക്കിള്, ബസ്സസ്, ഇതൊക്കെ റോഡ് ഗോയിങ് ആംബുലൻസിൽ വരുന്നതാണ്. എയർ ഗോയിങ് ആംബുലൻസുകളോ ഹെലികോപ്റ്റർ, എയർക്രാഫ്റ്റ്, ഇതൊക്കെ എയർ ഗോയിങ് ആംബുലൻസ്. വാട്ടർ ഗോയിങ് എന്ന് പറഞ്ഞാൽ ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്സ്, ഇതൊക്കെ വാട്ടർ ഗോയിങ് ആംബുലൻസിൽ വരുന്നതാണ്. ഇതൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി അടുത്തത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ അതിന്റെ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് ഫങ്ഷൻ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് അതിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് വീണ്ടും ആംബുലൻസിന്റെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. എമർജൻസി ആംബുലൻസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളതാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് usual mode of ambulance which gives care to patient with a critical illness or injury. ക്രിട്ടിക്കൽ കേസുകളിലാണ് ഈ എമർജൻസി ആംബുലൻസ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതായിട്ട് അറിയാം നമുക്ക്, എമർജൻസി സിറ്റുവേഷനിലാണ് ക്രിട്ടിക്കൽ ഇൽനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി, ഒരു പരിക്കോ ഉള്ള ഒരു പേഷ്യൻസിന് കെയർ നൽകുന്ന ഏറ്റവും സാധാരണയായിട്ടുള്ള ഒരു ആംബുലൻസ് മോഡാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ് സംഭവിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന ഏറ്റവും സാധാരണയായിട്ടുള്ള ഒരു ആംബുലൻസ് മോഡാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി റോഡ് ഗോയിങ് വാൻ. ഇത് ഏതൊക്കെയാകെ എമർജൻസി ആംബുലൻസ്? റോഡ് ഗോയിങ് വാനുകളാവാം, ബോട്ട് ആവാം, അല്ലെങ്കിൽ ഹെലികോപ്റ്റേഴ്സ് ആവാം, ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് ആവാം, നോൺ ആസ് എയർ ആംബുലൻസ്. അതിനാണ് എയർ ആംബുലൻസ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾ such as a golf cart. കേട്ടിട്ടുണ്ടോ? GOLF, ഗോൾഫ് കാർട്ട് എന്ന് പറഞ്ഞാൽ അത് ഈ നിങ്ങൾ വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ കാണാം. ഈ രാജഗിരി പോലുള്ള വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരു ബിൽഡിംഗ് ഇവിടെയാണെങ്കിൽ വേറെ ദൂര സ്ഥലങ്ങളിലേക്ക് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ പ്രത്യേകം ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു സംവിധാനം, ഒരു വെഹിക്കിൾ തന്നെയാണ്. അത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്.
പേഷ്യൻസിനെയൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഇതിനകത്തുള്ള ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഗോൾഫ് കാർട്ടുകൾ എന്ന് പറയുന്നത്. ഈ സ്മോൾ മോട്ടോറൈസ്ഡ് വെഹിക്കിൾ ഫോർ ഗോൾഫേഴ്സ് ആൻഡ് ദ എക്യുപ്മെന്റ്സ്. അത് നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ അറിയാം ഗോൾഫ് കാർട്ട്. അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. പിക്ചർ നോക്കി കഴിഞ്ഞാൽ അതൊന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. അപ്പൊ ഈ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കയറിയിട്ടുണ്ടാവും. ചിലപ്പോ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പേഷ്യൻസിനെയൊക്കെയാണ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ കുറെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകുന്നത് ഒരു വെഹിക്കിളാണ്. ജീപ്പൊക്കെ പോലെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് വെഹിക്കിളാണ് ഗോൾഫ് കാർട്ടുകൾ. ഇതൊക്കെ ആകാം എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഗോൾഫ് കാർട്ട് എന്ന് പറയുന്നത്. അത് എമർജൻസി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ക്രിട്ടിക്കൽ കേസുകളിൽ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളാണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. അതറിയാലോ, എന്താ സാധാരണ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എമർജൻസി ആയിട്ടൊന്നുമില്ല, നോർമൽ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. ഈ വെഹിക്കിൾ വിച്ച് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു or from or between the location of medical treatment such as a hospital or dialysis center for non-urgent care. കണ്ടോ, പ്രത്യേക അർജന്റ് ഒന്നുമല്ല. ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഇപ്പൊ മാസത്തില് അല്ലെങ്കിൽ ആഴ്ചയിലോ 2 ഡയാലിസിസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അവരെ ആ വീട്ടിൽ നിന്ന് ഡയാലിസിസ് സെന്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. അത് റെഗുലർ ആയിട്ട് ചെയ്യുന്ന, ഇപ്പൊ എല്ലാ ആഴ്ചയിലും ഇന്ന ദിവസം ആ പേഷ്യന്റിന് കൊണ്ടുപോകണം. അതിന് പ്രത്യേക എമർജൻസി ഒന്നും നോൺ അർജന്റ് കെയർ ആണ് എന്നുവെച്ചാൽ പ്രത്യേക ഇതൊന്നുമില്ല, സാധാരണ അവര് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. ഇതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. എ വെഹിക്കിൾ വിച്ച് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ്. എന്താ ഡ്യൂട്ടി? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് ആ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിന്റെ ഡ്യൂട്ടി. To, from or between the location of medical treatment such as hospital or dialysis. ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യണമെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ്. സ്ഥിരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ എല്ലാ മന്ത്ലി നമ്മൾ സാധാരണ പോകുന്നതാണ്. അത് പ്രത്യേക അർജന്റ് ആയിട്ട് പോകുന്നതോ ഒന്നുമല്ല. ഓക്കെ, ഇതാണ്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പോൾ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതാണ് തേർഡ് വണ്ണാണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ എ ഹ്യൂജ് ആംബുലൻസ്, ഒരു വലിയ ആംബുലൻസ് ആണ്. ബേസ്ഡ് അപ്പോൺ എ ബസ് ചേസസ്. ചേസസ് എന്ന് വെച്ചാൽ ഫ്രെയിം എന്നാട്ടോ, ഫ്രെയിം. ഒരു ബസിന്റെ ഒക്കെ ഫ്രെയിം പോലെയുള്ള ഒരു വലിയൊരു ആംബുലൻസ് ആണ്. ദാറ്റ് ക്യാൻ മൂവ് ഔട്ട് ദ ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്. ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ നോർമൽ ആംബുലൻസിൽ നമുക്ക് ഒരാളേക്കല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇങ്ങനെ. അപ്പൊ എന്ന് പറഞ്ഞ ഇതെന്ന് പറഞ്ഞപ്പോ ഒരു ബസ് അല്ലെങ്കിൽ ഒരു അപകടം നടന്നു എവിടെയെങ്കിലും, അപ്പൊ അവിടെ 5-10 പേർക്ക് ഒരുമിച്ച് അപകടം പറ്റി. അപ്പോ 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് 10 ആംബുലൻസ് പറ്റൂലല്ലോ. അപ്പൊ അവരെ ഒരുമിച്ച് ഈ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം 10-20 പേർക്ക് ഓരോ സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഒരുമിച്ച് അപകടം പറ്റിയെങ്കിൽ അപ്പൊ അവരെ ഗ്രൂപ്പായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ആംബുലൻസ് ബസ് യൂസ് ചെയ്യുന്നത്. 10-20 പേർക്കൊക്കെ ഒരുമിച്ച് അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ദാറ്റ് ക്യാൻ മൂവ് ഔട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്താണ് ചാരിറ്റി ആംബുലൻസ്. പേര് കേട്ടാൽ തന്നെ അറിയാം, ഒരു ചാരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. എ പെക്യുലിയർ മോഡ് ഓഫ് patient transport ambulance is given by a charity for the purpose of taking sick children or adult on outgoing or vacation away from hospital or hospice or care homes where they are in long-term care.
എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞു. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ആംബുലൻസ് ആണ് ഈ ചാരിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞ പെക്യൂലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഈസ് ഗിവൺ ബൈ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മള് ഈ പേഷ്യൻസിനെയോ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഹോസ്പിറ്റൽ സെന്ററുകളിലൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ അവർക്കൊരു വെക്കേഷൻ ട്രിപ്പ് പോലെ ഒരു ഔട്ട് ഗോയിങ് പുറത്തേക്കൊക്കെ അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കുറച്ച് സമയമൊക്കെ ചെലവഴിച്ച് തിരിച്ച് ഇങ്ങോട്ടേക്കൊക്കെ എത്തിക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ, ഹോസ്പിസ് ഓർ കെയർ ഹോമുകളിൽ എന്നിവിടെ നിന്നൊക്കെ ഒരു ദീർഘനാളത്തെ പരിചരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ചാരിറ്റി നൽകുന്ന ഒരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഇൻക്ലൂഡ് ദ യുണൈറ്റഡ് കിങ്ഡം UK ഇന്ത്യയുടെ ഈ ഒരു ചെമ്പുലൻസ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ദീസ് ആർ കോമൺലി ബേസ്ഡ് ഓൺ എ ബസ്. ഒരു ബസ് ഇതിന്റെ ബേസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ചെമ്പുലൻസ് പ്രൊജക്ട്. എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റിന്റെ സൈഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒക്കെ ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ചെമ്പുലൻസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിക്ക് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താ പറയാ അവർക്ക് കുറച്ച് ഇങ്ങനെ കെയർ സെന്ററുകളിലൊക്കെ താമസിക്കുന്ന ആളുകളില്ലേ അവർക്കൊരു ഔട്ട് ഗോയിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഇതായിട്ടുള്ളതാണ്. ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കുറച്ചു നേരമൊക്കെ പോയി അവർക്ക് ഒരുമിച്ച് ഇതുപോലെ തന്നെ കുറച്ച് പേരുകളൊക്കെ ഗ്രൂപ്പായിട്ട് പോയി അവർക്കൊരു കുറച്ചൊരു സന്തോഷവും ഇതൊക്കെ കിട്ടുന്ന രീതിയിൽ എല്ലാവരെയൊക്കെ ഒരു വെക്കേഷൻ ഇതുപോലെ തന്നെ ഒക്കെ ആളുകളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് അവർക്ക് ചാരിറ്റി ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് UK ജംബുലൻസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതും ഇതുപോലെ തന്നെ എന്താ പറയാ കുറെ ആളുകളെയൊക്കെ സിക്കായിട്ടുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് അവരെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ തിരിച്ച് അവരെ കെയർ സെന്ററിലേക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെന്ററിലേക്കും ഒക്കെ മടക്കി കൊണ്ടുവരുന്ന അങ്ങനെ വേണ്ടിയിട്ടുള്ളതാണ് ചാരിറ്റി ആംബുലൻസ്. ഇനി അടുത്താണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഡിസൈൻഡ് ഫോർ എക്സ്ട്രീംലി ഓവർ വെയിറ്റ് പേഷ്യൻസ്. ഭയങ്കര തടി കൂടിയ ആളുകളൊക്കെ അല്ലേ, ഭയങ്കര വണ്ണം കൂടിയ ആളുകളൊക്കെ. അപ്പൊ അവരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഡിസൈൻഡ് ഫോർ എക്സ്ട്രീംലി ഓവർ വെയിറ്റ് പേഷ്യന്റ് equipped with the proper tools to move and manage these patients. അപ്പോൾ ഓവർവെയിറ്റ് ഉള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാൻ ഇതായിട്ടുള്ള അപ്പൊ അതിനുള്ള ഫെസിലിറ്റി വേണമല്ലോ. അപ്പൊ അവരെ നമ്മൾ എന്താ പറയാ എടുത്തു കൊണ്ടുപോയി നമുക്ക് നല്ല വെയിറ്റ് ഉള്ള ആളുകളെയൊക്കെ എടുത്ത് നമുക്ക് ആംബുലൻസിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉന്തി അതിലേക്ക് കയറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുള്ള ഓവർവെയിറ്റ് ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഇത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ അവരെ ഭയങ്കര വെയിറ്റ് ഉള്ളവരെയൊക്കെ നമുക്ക് എടുത്ത് കയറ്റാൻ പറ്റുമല്ലോ. അപ്പൊ അവിടെ താഴെ നിന്ന് അവരെ സ്ട്രക്ചറിൽ ആംബുലൻസിന്റെ അവിടെ വരെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് എന്താ പറയാ അവര് ഉന്തിക്കയറ്റുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്ന വെഹിക്കിൾ ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. ഇനി നെക്സ്റ്റ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. Rapid organ recovery ambulance collect the bodies of individuals who have died suddenly from heart attack, accident and other emergencies and try to preserve the organ. പെട്ടെന്ന് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട് ആളുകള് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ അവർക്കുടെ ഹാർട്ടൊക്കെ എടുക്കാൻ പറ്റും. അവർക്കുടെ ഓർഗൻസ് നെക്സ്റ്റ് ആളുകൾക്ക്
കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഓർഗൻസ് ഒക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി സർവീസ് നടത്തുന്ന ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. കളക്ട് ദ ബോഡീസ് ഓഫ് ഇൻഡിവിജ്വൽ ഹു ഹാഡ് ഡൈഡ് സഡൻലി ഫ്രം ഹാർട്ട് അറ്റാക്ക് ആൻഡ് ആക്സിഡന്റ് ആൻഡ് അതർ എമർജൻസി. ഇതൊക്കെ മൂലം മരിച്ച ആ ഇൻഡിവിജ്വൽസിന്റെ ആ ബോഡി അത് കളക്ട് ചെയ്ത് പെട്ടെന്ന് ആ ഒരു ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പൊ അവരുടെ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ടു പ്രിസർവ് ദ ഓർഗൻ. നെക്സ്റ്റ് ആണ് സൈക്യാട്രിക് ആംബുലൻസ്. ആംബുലൻസ് committed to treat psychiatric emergencies. Psychiatric emergency ഉള്ളവരെ ചികിത്സിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളതാണ് ഈ സൈക്യാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്യാട്രിക് എമർജൻസീസ്. മനഃശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്യാട്രിക് എമർജൻസിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഈ ആംബുലൻസ് പ്രതിജ്ഞാബദ്ധമാണ്. അപ്പൊ അങ്ങനെ ഫങ്ഷണൽ ടൈപ്പില് ആംബുലൻസിന് നമുക്ക് 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കട്ടെ വേഗം. എമർജൻസി ആംബുലൻസ് പേരിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവരും അറിയാൻ പറ്റും. എമർജൻസി പർപ്പസ് ആണ്. ക്രിട്ടിക്കൽ ഇല്ലോ അല്ലെങ്കിൽ ഇഞ്ചുറി ഒക്കെ സംഭവിച്ച പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. പേഷ്യൻസ് വിച്ച് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. അങ്ങനെയുള്ള ഒരു സാധാരണ ഒരു മോഡ് ഓഫ് ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എമർജൻസി ഒന്നും വേണ്ട. ഇപ്പൊ എല്ലാ മാസവും ഡയാലിസിസ് ചെയ്യണം. അപ്പൊ അവര് വീട്ടിൽ നിന്ന് ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ്. അതിന്റെ എയിം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകുക. അത് എമർജൻസി ആയിട്ടുള്ളതല്ല. ഇനിയിപ്പോ നമുക്കറിയാം, ഈ മാസം പോയി കഴിഞ്ഞാൽ അറിയാം, അടുത്ത മാസം ഓൾറെഡി ആ സമയമാകുമ്പോഴത്തേക്കും ആ പേഷ്യന്റിന് ഡയാലിസിസ് ചെയ്യാൻ നോർമലി പോകേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ പെട്ടെന്ന് പേഷ്യന്റിനെ കൊണ്ടുപോകണ ഒരു ഉദ്ദേശമല്ല അവിടെ വന്നേക്കുന്നത്. അതാണ് ഇങ്ങനെ വിച്ച് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് to, from or between location of medical treatment such as hospital or dialysis center. നെക്സ്റ്റ് ആംബുലൻസ് ബസ് അറിയാലോ. പെട്ടെന്ന് എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കുറെ ആളുകൾക്ക് പെട്ടെന്ന് അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരെയും കൂടി ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആംബുലൻസ് ബസ് യൂസ് ചെയ്യും. ഓക്കെ, 10-20 ആളുകൾക്ക് ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓരോ ആംബുലൻസ് ആണെങ്കിൽ ഓരോരുത്തരെയൊക്കെ അല്ലേ കൊണ്ടുപോകുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഒരുമിച്ച് ഒരു ഹ്യൂജായിട്ട് 10-20 പേരെ ഒരേ സമയം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റും. അടുത്താണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതെന്താണ് വൈസ് എ പെക്യുലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആൻഡ് ഈസ് ഗിവൺ ബൈ ചാരിറ്റി ഫോർ ദ പർപ്പസ്. എന്താണ് പറഞ്ഞേക്കുന്നത്? സിക്ക് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അഡൽറ്റിനെയൊക്കെ ഔട്ട് ഗോയിങ് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാം. ഓർ വെക്കേഷൻ അവേ ഫ്രം ഹോസ്പിറ്റൽ, ഹോസ്പിസോ ഓർ കെയർ ഹോം വേർ ദേ ആർ ഇൻ ലോങ് ടേം കെയർ. അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് ആളുകളെയൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റൽ സെന്റേഴ്സിൽ നിന്നൊക്കെ അവർക്കൊരു സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. പിന്നെയാണ് ബാരിയാട്രിക് ആംബുലൻസ്. അതറിയാം, ഭയങ്കര ഹെവി വെയിറ്റ് ഉള്ള ആളുകളെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർട്ട് അറ്റാക്കോ ആക്സിഡൻസോ മറ്റുള്ള എമർജൻസി ഒക്കെ ആയിട്ട് പെട്ടെന്ന് മരണമടഞ്ഞ ആളുകളുടെ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി കളക്ട് ചെയ്തേക്കുന്നതാണ്. അപ്പൊ അവരുടെ എയിം എന്താ? അവരുടെ ഓർഗൻസ് പ്രിസർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് അതിനകത്ത് വരുന്നത്. അതിന് ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ പെട്ടെന്ന് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അതാണ് റാപ്പിഡ് റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സൈക്യാട്രിക് എമർജൻസി ആംബുലൻസ്. എന്തിനുള്ള സൈക്യാട്രിക് എമർജൻസിനോട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധമാണ് സൈക്യാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. സൈക്യാട്രിക് പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഓക്കെ, അവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനും അവർക്കൊക്കെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേകം അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിളാണ് സൈക്യാട്രിക് ആംബുലൻസ്. ഫങ്ഷണൽ ടൈപ്പ് 7 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഏതെങ്കിലും ക്ലിയർ ആവാത്തണ്ടോ നോക്കി, എല്ലാരും ക്ലിയർ ആയോ നോക്കി.
ഇതൊക്കെ ഒന്ന് വായിച്ചിങ്ങനെ പോകേണ്ട ഒരു പോർഷൻ ആണ് കേട്ടോ. വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇതിനകത്ത് വേറെ അപ്പൊ 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഫസ്റ്റത്തേല് നമ്മൾ വെറുതെ ഹോസ്പിറ്റലിന് ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വെച്ചാൽ റോഡ് ഗോയിങ്, എയർ ഗോയിങ്, വാട്ടർ ഗോയിങ്. പിന്നെ ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് ആംബുലൻസിനെ നമുക്ക് 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. അത് ഓരോന്നിനും ഓരോ ഫങ്ഷൻ ആയിരിക്കും. ഓരോ ആംബുലൻസും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇനി ഇവിടെ തന്നേക്കുന്ന ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. നമുക്ക് തരുന്ന കെയറിന്റെ ലെവൽ നോക്കിയിട്ട് വീണ്ടും നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി ആംബുലൻസ്. അത് എന്തിനു ബേസ് ചെയ്ത? ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ നമുക്ക് കിട്ടുന്ന ആ കെയറിനെ ബേസ് ചെയ്തിട്ട് ആംബുലൻസിന് നമുക്ക് വീണ്ടും 4 ആയിട്ട് തിരിക്കാം. ടൈപ്പ് എ ആംബുലൻസ്. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ, ഫോംഡ് ആസ് പെർ CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ അനുസരിച്ച് ഫോം ചെയ്തതാണ് ടൈപ്പ് എ ആംബുലൻസ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ അനുസരിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്ന മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. നോട്ട് ഏബിൾ ടു ക്യാരി പേഷ്യന്റ് ഹു ആർ ലൈങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോർസോ ഫേസിങ് അപ്പ്. ടോർസോ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഫേസും നെക്കും അല്ലാത്ത ബാക്കിയുള്ള പോർഷൻസ്. ടോർസോ ഫേസിങ് അപ്പ്. ഫേസും നെക്കും അല്ലാത്ത ബാക്കിയുള്ള പോർഷൻസിനാണ് ടോർസോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വളരെ എമർജൻസി ആയിട്ട് ക്രിട്ടിക്കലായിട്ട് അനങ്ങാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടല്ലോ, നമ്മൾ അനക്കാതെ കൊണ്ടുപോകേണ്ട പേഷ്യൻസ് അത്രയും ഇത് കൊടുത്ത് അങ്ങനെയുള്ള പേഷ്യൻസിനൊന്നും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് സാധാരണ ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. നോട്ട് ടു അവൈൽ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് ദ വെഹിക്കിൾ. അതാണ് ടൈപ്പ് എയുടെ പറയുന്നത്. മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല. അതിന്റെ ഉള്ളില് ഓക്സിജൻ സിലിണ്ടറോ നമ്മൾ പറഞ്ഞില്ല കുറെ ഫെസിലിറ്റീസ്, BP അപ്പാരറ്റസ് അങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല അതിനകത്ത്. സാധാരണ നോർമൽ ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ടു അവൈൽ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് വെഹിക്കിൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കണ എന്നാ, ഈ ഹൊറിസോണ്ടൽ ആയിട്ട് ഫേസ് നേരെ വെച്ച് ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്ന അനങ്ങാതെ പേഷ്യൻസിനെയൊക്കെ വളരെ കെയർ ആയിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആംബുലൻസ് അല്ല ടൈപ്പ് എ എന്ന് പറയുന്നത്. സാധാരണ ആംബുലൻസ് ആണ്. അതില് എന്താ പറയാ, മെഡിക്കൽ ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ല. നോട്ട് അവൈൽ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് ദ വെഹിക്കിൾ. വെഹിക്കിളിന്റെ ഉള്ളില് മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത ആംബുലൻസ്. ഇനി ടൈപ്പ് ബിയിൽ നോക്കിയേ, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ നോർമലി ക്രൂഡ് ബൈ ദ സ്റ്റാഫ് വിത്ത് ലെസ്സർ ക്വാളിഫിക്കേഷൻ ദാൻ ദ ക്രൂ ഓഫ് ആൻ എമർജൻസി ആംബുലൻസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ബി ആംബുലൻസിലെ ക്രൂ എന്ന് പറഞ്ഞ ജോലിക്കാരാണ്. ആംബുലൻസിലെ ജോലിക്കാര് ക്രൂ, CREW ക്രൂ. Crewed by staff with a lesser qualification than the crew of an emergency ambulance. എമർജൻസി ആംബുലൻസിന് ജോലിക്കാരെക്കായും ഈ കുറച്ച് ക്വാളിഫിക്കേഷൻ കുറവുള്ളവരായിരിക്കും ഈ ടൈപ്പ് ബി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ഇപ്പൊ ഡ്രൈവറിനാണെങ്കിലും അതിന്റെ കൂടെയുള്ള ആൾക്കാർക്കാണെങ്കിലും അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട എമർജൻസി പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ അതെന്താ പറയുക ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരുവിധം അറിവുള്ള ഒരാളായിരിക്കണം, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം ഈ എമർജൻസി ആംബുലൻസിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഈ എമർജൻസി ആംബുലൻസിനേക്കായും അവിടെ വർക്ക് ചെയ്യുന്ന ക്രൂസിനേക്കായും ക്വാളിഫിക്കേഷൻ കുറവുള്ള ആളുകളാണ് ഈ ടൈപ്പ് ബി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നത്.
duty of transporting patient to, from, or between places of medical treatment such as hospital. എന്താ ഡ്യൂട്ടി? ഈ ടൈപ്പ് ബി ആംബുലൻസിന്റെ എന്താ? ട്രാൻസ്പോർട്ടിങ് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടു, ഫ്രം ഓർ ബിറ്റ്വീൻ പ്ലേസസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ. എമർജൻസി അല്ല, നമുക്ക് ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റി സാധാരണ നോർമൽ ഇപ്പൊ നമ്മള് പേഷ്യൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിക്ക് പേഷ്യൻസിനെ നോർമൽ ആയിട്ട്. ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ എമർജൻസി പേഷ്യൻസിനെ ഒന്നും ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതിലെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ തന്നെ മെഡിക്കൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അങ്ങനെയൊന്നും ഇല്ലാത്ത സാധാരണ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ടൈപ്പ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് സി ആണ്. ഓരോ ഇത് കൂടുന്നതിന്റെ അനുസരിച്ചും അതിനകത്തുള്ള ഫെസിലിറ്റിയും കൂടുതലായിരിക്കും. ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ടൈപ്പ് സി ആംബുലൻസ് എന്ന് പറയുന്നത്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് type C. A vehicle designed for efficiency and comfort in the working environment, suitably equipped and suitable staffed for the transport and treatment of patients requiring non-invasive airway management or basic monitoring. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ടൈപ്പ് സി ആംബുലൻസിൽ ചില മെഡിക്കൽ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, ഇങ്ങനെയുള്ള ചില സപ്പോർട്ട് എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഓക്സിജൻ സിലിണ്ടർ ഇത് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഇതായി കഴിഞ്ഞാലും ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നമുക്കൊരു ക്വാളിഫിക്കേഷൻ വേണം. അതൊക്കെ എങ്ങനെയാണോ അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയാ, അങ്ങനെ ആ ഒരു കുറച്ചും കൂടി ഒരു നോളജ്, ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു സ്റ്റാഫ് ആയിരിക്കണം ഈ ടൈപ്പ് സി ആംബുലൻസിൽ. വെറുതെ ആംബുലൻസ് ഓടിച്ചാൽ അറിഞ്ഞാൽ മാത്രം പോരാ, കുറച്ചും കൂടി ഒരു ക്വാളിഫൈഡ് ഉള്ള ആളായിരിക്കണം. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള മെഷീൻസുകളൊക്കെ ഫെസിലിറ്റീസ് ആംബുലൻസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ ഇത് ഫോൾട്ട് വന്നാലും നമ്മൾ അതൊന്ന് എന്താണെന്ന് മനസ്സിലാക്കാനും അതൊക്കെ ചെയ്യാനും ഒക്കെ ഒരു കഴിവുള്ള, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം ടൈപ്പ് സി ആംബുലൻസിൽ വേണ്ടത്. എ വെഹിക്കിൾ ഡിസൈൻഡ് ഫോർ എഫിഷ്യൻസി ആൻഡ് കംഫർട്ട് ഇൻ വർക്കിംഗ് എൻവയോൺമെന്റ്, suitable equipped and suitable staffed. അതുപോലെയുള്ള എക്യുപ്മെന്റ്സുകളും ഉണ്ട്, സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളും വേണം. For the transport and treatment of patient requiring no invasive airway management or basic monitoring. ബേസിക് അടിസ്ഥാന നിരീക്ഷണത്തിനും ഇൻവാസീവ് എയർവേ, നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയുന്ന ടൈപ്പ് ആ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ അത്യാവശ്യം അറിവുള്ള ഒരാളായിരിക്കണം അതിനകത്ത് ടൈപ്പ് സിയിലെ ആംബുലൻസിന് വേണ്ടത്. ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ്. ഏതൊക്കെയാന്ന് നോക്കിയാൽ ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് പറഞ്ഞേക്കണേ, ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്ററിംഗ്, സ്റ്റെതസ്കോപ്പ്, ഇങ്ങനെയുള്ള അത്യാവശ്യം ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സുകളൊക്കെ ഈ ആംബുലൻസിൽ വേണം. കുറച്ചും കൂടി ഫെസിലിറ്റി ഉണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈപ്പാണ് ടൈപ്പ് സി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ എന്താ പറയാ, ഈ അതിന്റെ ഒരു ഇപ്പൊ അതിനകത്ത് കുറെ ഫെസിലിറ്റീസ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെയൊക്കെ സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട്, അതിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമതയ്ക്കൊക്കെ വേണ്ടിയിട്ട് അതേ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. അതിന് അപ്പൊ പേഷ്യൻസിന് നമ്മള് നല്ല രീതിയിൽ കെയർ കൊടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അതിനനുസരിച്ചുള്ള സ്റ്റാഫും അതിനകത്ത് ഉണ്ടായിരിക്കണം, സ്യൂട്ടബിൾ സ്റ്റാഫും വേണം. അപ്പൊ അത് ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ് പോലുള്ള സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സുകളും ഉണ്ടായിരിക്കണം. അടുത്തതാണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. അതൊന്ന് നോക്കിക്കോട്ടോ. ടൈപ്പ് ഡി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്, ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. ഇത് നോക്കിയാൽ നമുക്കറിയാം അഡ്വാൻസ്ഡ് ടൈപ്പ് ആണ്. അപ്പൊ കുറച്ചും കൂടി എന്ത് വേണം, അവിടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വേണം. എ വെഹിക്കിൾ ഡിസൈൻ ergonomically equipped and suitably staffed for the transport and
treatment of patient required invasive airway management, intensive monitoring. ഇങ്ങനെ ഇപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള പേഷ്യൻസിനെയൊക്കെ അവരുടെ ആ ട്രാൻസ്പോർട്ട് സമയത്ത് അതേ രീതിയിൽ ഫെസിലിറ്റി അവർക്ക് കൊടുക്കണം. വെന്റിലേറ്റർ പോലെ നമ്മളിപ്പോ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ അവരെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ വെന്റിലേറ്റർ ആംബുലൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളത് രൂപീകരിച്ചിട്ടുള്ളതും അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫും അതിന് വേണ്ട ഒരു നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ എന്തായാലും മസ്റ്റ് ആയിട്ട് അവിടെ വേണം ടൈപ്പ് ഡി ആംബുലൻസിൽ. അല്ലാതെ നമ്മൾ ഡ്രൈവേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെയോ കൊണ്ട് മാത്രം പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് ഒരു ഡോക്ടറോ നേഴ്സോ ഒക്കെ എന്തായാലും അതിനകത്ത് ആംബുലൻസിൽ വേണ്ടതാണ്. This is equipped with the advanced life support machines such as defibrillator. ഇതൊക്കെ നോക്കിക്കോളണം കേട്ടോ. A machine used to resume the heart. ഹൃദയം പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് defibrilators. ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. എന്തൊക്കെ ടൈപ്പ് ഡി ആംബുലൻസിലുള്ള ഫെസിലിറ്റി ആണ് ഈ പറയുന്നത് കേട്ടോ. ഡിഫിബ്രിലേറ്റേഴ്സ് വേണം. A machine used to resume the heart. A machine used to resume the heart. ECG machine. അടുത്ത ECG used to keep a check our heart rate of person. ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ECG മെഷീൻ. അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാം നമുക്ക്. അപ്പൊ ECG മെഷീൻ വേണം. അതെന്തിനു വേണ്ടിയിട്ടാ? യൂസ്ഡ് ടു കീപ് എ ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് ഓഫ് പേഴ്സൺ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വെന്റിലേറ്റർ വേണം, ഓക്സിജൻ സിലിണ്ടർ വേണം, പൾസ് ഓക്സിമീറ്റർ. എന്തിനു വേണ്ടിയിട്ടാ? യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ ഓക്സിജന്റെ എമൗണ്ട് ചെക്ക് ചെയ്യുന്ന പൾസ് ഓക്സിമീറ്റർ, റെസിസിറ്റേഷൻ കിറ്റ്, സക്ഷൻ മെഷീന്. എന്തെങ്കിലും കഫോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ സക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഷീനാണ് സക്ഷൻ മെഷീന്. പിന്നെ അതുപോലെ തന്നെ നെബുലൈസർ, BP അപ്പാരറ്റസ് ആണ്. ഇത്രയും എക്യുപ്മെന്റ്സുകളൊക്കെ ഈ ടൈപ്പ് ഡി ആംബുലൻസിൽ വേണം. ഇത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ ടൈപ്പ് വരുന്നോറും എന്താണ് അതിലുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ നോർമലാന്ന് പറഞ്ഞു. നോർമൽ ആംബുലൻസ് ആണ് ടൈപ്പ് എ ആംബുലൻസ്. ഉണ്ടോ? സാധാരണ ഇപ്പൊ നമ്മൾ അനങ്ങാതെ കിടക്കേണ്ട ഒരു പേഷ്യൻസിനെ പോലും നമുക്ക് അതിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ല. ടൈപ്പ് ബിയിലാകുമ്പോൾ കുറച്ചും കൂടി ഉണ്ടോ ഈ എമർജൻസി ആംബുലൻസിനേക്കാളുള്ള ജോലിക്കാരേക്കാളും കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ കുറവുള്ള ആൾ മതി. അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നേ അല്ലെങ്കിൽ എവിടേക്കാണെന്നുള്ളതൊക്കെ ഒന്നും അറിയാം. ഇപ്പം ഫസ്റ്റ് എയ്ഡ് കിറ്റുകള് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജസ്റ്റ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലായാൽ മതി. ഓക്കെ. അങ്ങനെ അത്രയും ഒരു ഇതായിട്ടുള്ള ആളുകൾ മതി ടൈപ്പ് ബി ആംബുലൻസ്. അതെന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു ഫ്രം ഓർ ബിറ്റ്വീൻ ദ പ്ലേസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റലിലേക്കൊക്കെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ടൈപ്പ് ബി ആംബുലൻസ്. ടൈപ്പ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ലൈഫ് സപ്പോർട്ടിംഗ് ആംബുലൻസ് ആണ്. ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ്, ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ് പോലുള്ള ഈ ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻസ് ഉള്ള കുറച്ചും കൂടി ഫെസിലിറ്റി ഉള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് സിയിൽ വരുന്നത്. ഇനി ടൈപ്പ് ഡി ആംബുലൻസ് ആകുമ്പോഴോ അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എക്യുപ്മെന്റ്സുകൾ വേണം. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ്, ഡിഫിബ്രിലേറ്റേഴ്സ്, ECG മെഷീന്, വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, പൾസ് ഓക്സിമീറ്റർ, റെസിസിറ്റേഷൻ കിറ്റ്, സക്ഷൻ മെഷീന്, നെബുലൈസർ, BP അപ്പാരറ്റസ്. ഇങ്ങനെയുള്ള ഒരു അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഒക്കെ ഉള്ള ഒരു ആംബുലൻസ് ആണ്. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാൽ അത്രയും എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ക്രൂസിനും ഒക്കെ അത്യാവശ്യം ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം. ഇതുമായിട്ട് ഒരു ബന്ധമില്ല, ഒരു അറിവില്ലാത്ത വെറും ഡ്രൈവിംഗ് മാത്രം അറിയാവുന്നവരൊന്നും ഇതിനകത്ത് ടൈപ്പ് ഡി ആംബുലൻസിൽ ഡ്രൈവർ ആക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്തായാലും പേഷ്യൻസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത്ര എമർജൻസി ആ നേഴ്സോ
അല്ലെങ്കിൽ അതുപോലെ ഡോക്ടറോ അങ്ങനെ ആരെങ്കിലും അവരുടെ കൂടെ കാണുകയും ചെയ്യും. ഓക്കെ, അത്രയും ടൈപ്പ് ഡി ആംബുലൻസ് വരും. ഇതൊക്കെ ഒന്ന് വായിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓരോ വേർഡും പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇതായിട്ട് പറയണ്ട. ജസ്റ്റ് എന്താണ് ഓരോ ടൈപ്പ് ആംബുലൻസ് എന്തിനൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഒരു പ്രത്യേകത എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് വേഗം ഒന്ന് നോക്കി. ടൈപ്പ് ഡി വരെയാ നമ്മൾ പറഞ്ഞു കേട്ടോ. അതെന്തിനു ബേസ് ചെയ്തിട്ടാ? ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. നമുക്ക് തരുന്ന കെയറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആംബുലൻസിനെ ക്ലാസിഫൈഡ് 4 ആക്കി ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. വേഗം നോക്കി. ഓക്കെ, ആരോ ഇവിടെ മെസ്സേജ് ചെയ്തായിരുന്നു പാരാമെഡിക്സും കൂടി ഒന്ന് പറയണമെന്ന്. അതും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. പാരാമെഡിക്സ് ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വായിപ്പിക്കാം. ഓക്കെ, പാരാമെഡിക്സ്. A person trained, T-R-A-I-N-E-D, a person trained to give, emergency medical care to people, who are injured or ill, typically, T-Y-P-I-C-A-L-L-Y, typically in a setting outside a hospital. A person trained to give emergency medical care to people who are injured or ill, typically in a setting outside a hospital. എല്ലാ ആംബുലൻസിലും നമ്മള് പ്രത്യേകിച്ച് ഈ ടൈപ്പ് സി, ടൈപ്പ് ഡി ആംബുലൻസുകളിലൊക്കെ നേഴ്സുകളോ അല്ലെങ്കിൽ പാരാമെഡിക്സോ ഒക്കെ, പിന്നെ അതുപോലെ തന്നെ നേഴ്സ് അല്ലെങ്കിൽ പാരാമെഡിക്സ്, ഡ്രൈവർ, ഇതൊക്കെ ഡ്രൈവർ ഇല്ലാതെ ഓടിക്കാൻ പറ്റില്ലല്ലോ. ഡ്രൈവർ അല്ലെങ്കിൽ ഇവരൊക്കെ കാണും. നേഴ്സുകളോ അല്ലെങ്കിൽ പാരാമെഡിക്സോ ഒക്കെ കാണും. അവർക്കും ഈ ഹോസ്പിറ്റലിന്റെ പുറത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എമർജൻസി മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റുന്ന അതിനു വേണ്ടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെയാണ് പേഴ്സണാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ മാത്രം ഒന്ന് നോക്കാം. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഏതാ പറഞ്ഞത്? ഫങ്ഷണൽ ടൈപ്പ് അല്ലേ? ആരാണ്? പ്രിയ ഒന്ന് വായിക്കോ? ഫങ്ഷണൽ ടൈപ്പിലെ എമർജൻസി ആംബുലൻസ് എന്താ? എമർജൻസി ആംബുലൻസ് most usual mode of ambulance whichever functional type which gives care to patients with a critical illness or injury. This can be road going vans, boat, helicopters, fixed wings, articulate, or even converted vehicles such as golf cart പോലുള്ള വെഹിക്കിളും ആകാം ഈ എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ ഉള്ള പേഷ്യൻസിന് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്.
ഓക്കെ. മിസ്സേ ഞാൻ വൈകിയാണ് കേറിയത്. അപ്പൊ ഈ നോട്ട്സ് ഇത് ഇപ്പൊ തുടങ്ങിയോളൂ ഈ ചാപ്റ്റർ. ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്തോളൂ. എത്രയത് നമ്പർ? പേജ് നമ്പർ 3 നമ്മള് ഫംഗ്ഷൻ അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊന്നും ഞാനിപ്പോ ഇത് നോക്കി ഓൺലൈൻ ക്ലാസ് കേറിയതേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ്സില് അല്ല ഇത് സ്ക്രീനിൽ നോക്കിയപ്പോ വായിച്ചത്. എന്റെ ടെസ്റ്റ് ഒന്നും ഇല്ല. അതാണ് ഞാൻ ചാപ്റ്റർ ഏതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ജസ്റ്റ് നമ്മള് ഫങ്ഷണൽ ടൈപ്പും പറഞ്ഞു. പിന്നെ ഏതാണ് 4 ടൈപ്പ് അതിന്റെ ലെവൽ ഓഫ് കെയർ വെച്ചിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിച്ചിട്ട് വാ. അപ്പൊ ഞാൻ എല്ലാവരെ കൊണ്ട് ഒന്നോടെ വായിപ്പിക്കാം കേട്ടോ. ഒന്നോടെ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ചാപ്റ്റർ എത്രയാ? ചാപ്റ്റർ 28 ആണ്. നിങ്ങൾ പ്രിന്റ് നോട്ട് എടുത്ത എല്ലാവരുടെയും 28 തന്നെയാണോ? ചിലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. 28 ആണ് മാഡം. ഓക്കെ 28 അല്ലെ. അപ്പൊ നമ്മള് ഒന്ന് മനസ്സിലാക്കി വെക്കുക വായിച്ചിട്ട്. എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഇല്ലോ അല്ലെങ്കിൽ ഇഞ്ചറി ഒക്കെ പറ്റിയ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന ഒരു ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ്. അത്രേ ഉള്ളൂ. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ പേഷ്യൻസിന് ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിങ് പേഷ്യൻസ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു ഡയാലിസിസ് ഒക്കെ ഫെസിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ. അപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനെ ഓരോ മാസത്തിൽ ചെക്കപ്പ് ഒക്കെ പറയുമല്ലോ. അപ്പൊ അവർക്ക് സാധാരണ ഇതിൽ പോകാൻ പറ്റില്ല. അത്രയും ഇതായിട്ടുള്ള എല്ലാ മാസവും നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് മതി. വേറെ ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അവര് ഒരു എല്ലാ മാസവും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ഈ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് ആണ്. അപ്പൊ അത് ഇങ്ങനെ എല്ലാം ചെയ്യുന്ന സമയത്തും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. പിന്നെ അടുത്ത ആംബുലൻസ് ബസ് അറിയാലോ. ഒരു പെട്ടെന്ന് അതാണ് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞത്. ഒരു പെട്ടെന്ന് അപകടമൊക്കെ സംഭവിച്ചു. ഒരു 10 പേർക്ക് ഒരുമിച്ച് അപകടം പറ്റി. 10 ആംബുലൻസ് വരാൻ പറ്റൂലല്ലോ. അപ്പൊ അവിടെയുള്ള എല്ലാവരെയും കൂടി നമുക്ക് ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും സൗകര്യമുള്ള ഒരു പ്രത്യേകിച്ച് പറഞ്ഞ അപ്പോടെ ബസ് ചേസസ് ബസിന്റെ ഫ്രെയിം പോലെ ഉള്ള ബസ് ഫ്രെയിം പോലെയുള്ള അതിന്റെ ബേസ് ഇതാണ്. അപ്പൊ അത്രയും ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. 10ഓ 20ഓ പേരെ ഒരേ സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചാരിറ്റി അറിയാലോ. ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവര് ഈ അഡൽട്ട് സിക്ക് ചിൽഡ്രന് പിന്നെ അതുപോലെ തന്നെ അഡൽട്ട് പ്രായമായവര് ഈ ഹോസ്പിറ്റൽ സെന്റേഴ്സിലൊക്കെ താമസിക്കുന്ന ആളുകളെയൊക്കെ നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഫെസിലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്രയും ഇതൊന്നും വേണ്ട. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് UK ചെമ്പുലൻസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതൊരു ട്രസ്റ്റ്, ചെമ്പുലൻ ട്രസ്റ്റ് ഒരു ട്രസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ കീഴിൽ ചെയ്യുന്ന സർവീസ് ആണ് ഇതുപോലെ തന്നെ ബസ് പോലെ ആ ഒരു ഇത് തന്നെയാണ് വരുന്നത് അതിനകത്ത്. പിന്നെ ബാരിയാട്രിക് എന്ന് പറഞ്ഞാൽ അറിയാം. നമ്മൾ ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ എന്തായാലും നമുക്ക് എടുത്ത് ആംബുലൻസിലേക്കൊന്നും കയറ്റാൻ പറ്റില്ല. അപ്പൊ അവരെ എന്താ പറയാ അവരെയൊക്കെ കയറ്റാൻ പറ്റുന്ന രീതിയിൽ അതും കുറച്ചും കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ബാരിയാട്രിക് ആംബുലൻസ്. അപ്പൊ ജസ്റ്റ് അവിടെ വരെ ആ ആംബുലൻസിന്റെ വാതിലിന്റെ അവിടെ വരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ തള്ളി കയറ്റുന്ന രീതിയിലോ നമുക്ക് ബുക്കി എടുത്തുകൊണ്ടുപോയി കയറ്റാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ചും കൂടി ഫെസിലിറ്റി ഒക്കെ ഉള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. പിന്നെ റാപ്പിഡ് ഓർഗൻ എന്നറിയാം. പെട്ടെന്ന് ഇങ്ങനെ അറ്റാക്ക് ഒക്കെ വന്ന് മരിച്ചവരോ ആക്സിഡന്റ് ഒക്കെ ആയിട്ടുള്ള അവർക്കുടെ ബോഡീസ് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി എന്തിനു വേണ്ടിയിട്ടാ അവർക്കുടെ ഓർഗൻ പ്രിസർവ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് നമുക്കത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്കുടെ ഓർഗൻസ് പ്രിസർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ബോഡീസ് ഒക്കെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പാകത്തിനുള്ള ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. പിന്നെ സൈക്യാട്രിക് ആംബുലൻസ് എന്ന് വെച്ചാൽ സൈക്യാട്രിക് എമർജൻസിയോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സൈക്യാട്രിക് ആംബുലൻസ്. ഇത്രയും ഒന്ന് നോക്കി വെക്കാം. അടുത്ത് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി. അപ്പൊ അതിനകത്തുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്തൊക്കെ ഫെസിലിറ്റീസിലാണ് ആ ഓരോ ആംബുലൻസിലും. ഇപ്പൊ A, B അല്ല C, D ടൈപ്പില് ഉള്ളത് എന്നുള്ളതും നോക്കി വെക്കണം കേട്ടോ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ടൈപ്പ് സി എന്ന് പറഞ്ഞ. അപ്പൊ അതിനകത്ത് എന്താ വലിയ ഇതൊന്നും വേണ്ട. ചെറിയ ഓക്സിജൻ സിലിണ്ടർ പറഞ്ഞ വേണം. അത് BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ് അങ്ങനെയുള്ള ചെറിയൊരു ഫെസിലിറ്റി മതി ടൈപ്പ് സിയിൽ. അത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആണ്. അടുത്ത ടൈപ്പ് ടി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഏതിൽ വരുന്നതാന്ന് ചോദിക്കാൻ വേണമെങ്കിൽ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ തരാം. ഒന്ന് വായിച്ചു വെച്ചോ. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. ഓക്കെ.
ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? താങ്ക് യു മാം. ഓക്കെ. Thank you, ma'am. Ma'am. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. ആ പാരാമെഡിക്സിന് പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞുതരും. കഴിഞ്ഞിട്ടേ a person trained to give emergency medical care to people who are injured